സൂര്യാലജീസ് വെൽക്കം ടു അവർ ഫാമിലി. ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞു വാവകൾക്ക് നമ്മൾ കണ്ണ് എഴുതാറുണ്ട്, പിരിക എഴുതാറുണ്ട്, അതുപോലെ തന്നെ കണ്ണ് കിട്ടാതിരിക്കാൻ ഒരു പൊട്ട് കുത്താറുണ്ട്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കൺമഷി അത്രയ്ക്ക് തന്നെ നമ്മൾ ശ്രദ്ധിച്ച് വേണം വാങ്ങാൻ. കാരണം ഓരോ കൺമഷിയിലും കെമിക്കലും കാര്യങ്ങളും ഒക്കെ ചേർത്തിട്ടായിരിക്കും ഒരു പക്ഷേ അത് വരുന്നത്. കാരണം നല്ല പോലെ അത് ലാസ്റ്റ് ചെയ്യണ്ടേ. ചില കൺമഷികളൊക്കെ എന്ന് വെച്ചാൽ ഇന്നിപ്പോൾ രാവിലെ നമ്മൾ എഴുതിയാൽ പിറ്റേന്ന് രാവിലെ ആയാലും അത് ഒട്ടും തന്നെ വാങ്ങിയിട്ടുണ്ടാവില്ല. പക്ഷെ അതൊക്കെ നമ്മുടെ കുഞ്ഞിൻ്റെ പുരികത്തിൽ അങ്ങനെ തന്നെ ഇരിക്കണമെങ്കിൽ അത് ഒരു പക്ഷേ കെമിക്കലുകൾ ചേർന്നിട്ടാവാൻ വരുന്നത്. അത് പുരികത്തിൽ എഴുതിയാൽ അത്രയും പ്രശ്നമില്ല. എന്നാൽ നമ്മൾ കുഞ്ഞുങ്ങളുടെ കണ്ണിൻ്റെ ഉള്ളിൽ ആ ഒരു കൺമഷി എഴുതി കഴിഞ്ഞാൽ ഒരു പക്ഷേ കുഞ്ഞിന് കാഴ്ചയ്ക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാണുന്നില്ല, കുഞ്ഞു പിള്ളേർക്കൊക്കെ നേരത്തെ തന്നെ കണ്ണാടി വെക്കേണ്ടി വരത്തില്ലേ. ഒരു 5 വയസ്സാകുമ്പോൾ തൊട്ട് ഇപ്പോൾ പിള്ളേരൊക്കെ കണ്ണിൽ കണ്ണാടി വെച്ചിട്ടാണ് നടക്കുക. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ നമ്മൾ കുഞ്ഞിന് കണ്ണിൻ്റെ ഉള്ളിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഒരു സംഗതിയാണ് ഈ കൺമഷി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയെ പറ്റി ചിന്തിച്ചത്. കാരണം ഇതൊരു ചെറിയൊരു വീഡിയോ ആണ്, വലിയ ടോപ്പിക്കും കാര്യങ്ങളൊന്നും അല്ല. എന്നിട്ട് കൂടി ഇത് ചെയ്യണം എന്ന് കരുതിയിട്ട് ഞാൻ എൻ്റെ മോൻ ആദ്യം ഉപയോഗിച്ചത് ഒരു സാധാരണ കൺമഷിയായിരുന്നു. ഒരു 10 രൂപ 9 രൂപയോ അങ്ങനെ എന്തോ ഒരു വിലയുള്ള ഒരു കൺമഷിയായിരുന്നു. സാധാരണ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. പക്ഷേ എന്ന് വെച്ചാൽ അത് വെച്ച് എഴുതുമ്പോൾ കുഞ്ഞിൻ്റെ കണ്ണിൽ പീള കിട്ടുകയും ഒരു പാട പോലെ ഉണ്ടാവില്ലേ, അതൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ആ ഒരു കൺമഷി വേണ്ട, നല്ല കൺമഷി എന്ന് അന്വേഷിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ്, ഒരാളുടെ ഷെയർ പോസ്റ്റ് കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു കൺമഷിയെ പറ്റിയിട്ട് അറിയുന്നത്. ഇപ്പോൾ ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത്. കാരണം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ നോക്കി ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കൺമഷി വാങ്ങിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഏത് കൺമഷിയാണ് കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നല്ല കൺമഷി. എൻ്റെ അനുഭവത്തിൽ നിന്നാണ് കേട്ടോ ഞാനിത് പറയുക. എൻ്റെ അനുഭവത്തിൽ ഞാൻ എൻ്റെ മോന് ഇപ്പോൾ 6 മാസം കഴിഞ്ഞു. ഈ 6 മാസത്തിൽ ആദ്യത്തെ ഒരു മാസം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വേറൊരു കൺമഷിയാണ് ഉപയോഗിച്ചത്. അത് കഴിഞ്ഞിട്ട് ഉള്ള ആ ഒരു 5 മാസവും ഞാൻ കുഞ്ഞിന് ഈ ഒരു കൺമഷിയാണ് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതാണ് ആ കൺമഷിന്നും ആ ഒരു കൺമഷിയുടെ ചെറിയൊരു റിവ്യൂസും കാര്യങ്ങളുമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഈ ഒരു കൺമഷി തന്നെ നിങ്ങൾ വാങ്ങണം എന്നല്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വാങ്ങിയാൽ മതി. കുഞ്ഞുങ്ങൾക്ക് ഇതിൽ എങ്ങനെയൊക്കെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. പിന്നെന്ന് വെച്ചാൽ ഇതുപോലത്തെ കൺമഷികൾ ഈ ഒരു ബ്രാൻഡിൻ്റെ തന്നെ വാങ്ങണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നിങ്ങൾക്ക് ഈ ഒരു ഇതുപോലത്തെ ആയുർവേദത്തിലൂടെ തയ്യാറാക്കിയ ഒരു കൺമഷിയാണിത്. അങ്ങനെ ആയുർവേദത്തിലൂടെ തയ്യാറാക്കിയ വേറെ ബ്രാൻഡുകളുടെ നല്ല കൺമഷികളുണ്ടെങ്കിൽ നിങ്ങൾ അത് വാങ്ങിക്കോളൂ കേട്ടോ. ഞാൻ വാങ്ങാനായിട്ട് പോയപ്പോൾ ആയുർവേദത്തിൻ്റെ കടയിൽ നിന്ന് എനിക്ക് കിട്ടിയത് ഈ ഒരു കൺമഷിയാണ്. വേറെ ബ്രാൻഡുകളുടെ കൺമഷി ഉണ്ടോ ഇല്ലയോ എന്ന് ഞാൻ അന്വേഷിച്ചിട്ടില്ല. കാരണം ആയുർവേദത്തിൽ നിന്ന് ആയതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് ഇത് വാങ്ങിയത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ നിങ്ങൾ ആരെങ്കിലും നമ്മളുടെ ഈ ഒരു ഫാമിലിയിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യില്ലേ, തൊട്ടുകാര്യം സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടാവില്ലേ, അതൊന്ന് പ്രസ് ചെയ്താൽ മതി കേട്ടോ. അതിനിപ്പോഴത്തെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ടാവില്ലേ, അതും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഇനി ഞാൻ എപ്പോൾ ബേബി കെയർ വീഡിയോസ് അപ്ലോഡ് ചെയ്താലും അപ്പം തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. ഞാൻ ഉപയോഗിക്കുന്ന കാജൽ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ശ്രീധര്യത്തിൻ്റെ ഹെർബൽ ബേബി കാജലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടെന്നാണ് കരുതുന്നത്. അപ്പോൾ ശ്രീധര്യത്തിൻ്റെ ഈ ഒരു കാജലാണ് ഇത്. ഞാനിപ്പോൾ തപ്പിയെടുത്താണ്, എന്തോ ഭാഗ്യത്തിന് ഈ ഒരു പെട്ടി നശിപ്പിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഞാൻ വാങ്ങിയപ്പം ഞാൻ കരുതി ഓക്കെ കുഞ്ഞിന് ഇനി വേറെ കൺമഷി വാങ്ങിക്കേണ്ട, ഇത് ഇത്രയും വലുതാണല്ലോ എന്ന് കരുതിയിട്ടാണ് വാങ്ങിയത്. പക്ഷെ നമ്മളിതിപ്പോൾ ഓപ്പൺ ചെയ്യുവാണെങ്കിൽ ഇതിനുള്ളൊരു ബുക്ക്ലെറ്റ് ഉണ്ട്. അതെന്ന് പറയുന്നത് അവരുടെ പ്രോഡക്റ്റും കാര്യങ്ങളും പിന്നെ ഈ കൺമഷിയുടെ കാര്യങ്ങൾ അതൊക്കെ എഴുതിയിട്ടുള്ള എല്ലാ പ്രോഡക്റ്റിൻ്റെ ഉള്ളിൽ കാണുമല്ലോ ഇങ്ങനെ ഒരു പേപ്പർ, അതാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഈ ഒരു കൺമഷി ഇരിക്കുക. ഇതിപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്ത് ഉള്ളി വെച്ചാട്ടോ, ഇവിടുത്തെ ഇതൊക്കെ പോയിരിക്കുകയാണ് യൂസ് ചെയ്ത്. അപ്പോൾ ഇതിപ്പം ഞാൻ എടുത്ത് കാണിക്കാം. ഇപ്പം എടുത്തു കഴിയുമ്പം ഈ ഒരു പെട്ടിയുടെ വലിപ്പമൊന്നും ഈ സംഭവത്തിനില്ല. ഇതിൻ്റെ എക്സ്പയറി ഡേറ്റും കാര്യങ്ങളും ഒക്കെ ഇവിടെ പുറകിൽ അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അടുത്ത് പിടിക്കുമ്പോൾ ക്ലിയർ ആവുന്നില്ല. ഓക്കെ, ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നാണ് കരുതുന്നത്. കാണുന്നില്ലെങ്കിൽ ഫോട്ടോ ഇട്ടേക്കാം കേട്ടോ. പിന്നെന്ന് വെച്ചാൽ ഇതെന്ന് പറയുന്നത് 3 ഗ്രാം പ്രോഡക്റ്റ് ആണ്. ഇതിനുള്ളിൽ 3 ഗ്രാമാണ് അവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ ശ്രീധര്യം എന്ന ബ്രാൻഡിൻ്റെ ആണിത്, ഞാൻ പറഞ്ഞല്ലോ. പിന്നെ നിങ്ങൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ബാക്കിലുള്ള എക്സ്പയറി ഡേറ്റ് നോക്കി വേണം വാങ്ങിക്കാൻ. ഇവരിപ്പോൾ കൊടുത്തേക്കുന്നത് 2 വർഷത്തെ ഗ്യാപ്പിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്.
പിന്നെ ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വില 95 രൂപയാണ് ഇതിൻ്റെ വില. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഞാൻ വാങ്ങിയത് 10 രൂപ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ അതിൽ കെമിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് പക്ക ആയുർവേദത്തിലൂടെ അവർ തയ്യാറാക്കിയതാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാം. കാരണം പ്രോഡക്റ്റ് ഒക്കെ നല്ലതാണ്, നല്ല പ്രോഡക്റ്റ്സ് ഉപയോഗിച്ച് നല്ല ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടാണ് ഇതവർ നിർമ്മിച്ചിരിക്കുന്നത്. നല്ല നല്ല ഓയിൽസും കാര്യങ്ങളൊക്കെയാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. പിന്നെന്ന് വെച്ചാൽ ഇതിൻ്റെ എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്, ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു കാര്യമൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ ഒരു കൺമഷി ഇപ്പം നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ഇങ്ങനെയാണ്. ഞാനിത് യൂസ് ചെയ്തേക്കുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ ഇരിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടെന്നാണ് കരുതുന്നത് കേട്ടോ. ഇത് നല്ല നല്ല അടിപൊളി സാധനമാണ്, നല്ല കൺമഷിയാണ്, നല്ല ബ്രാൻഡിൻ്റെയാണ് കാര്യങ്ങളൊക്കെ. ഇപ്പം ഇനി ഈ ഒരു ബ്രാൻഡിൻ്റെ എല്ലാം നിങ്ങൾക്ക് ആയുർവേദത്തിൽ കൺമഷി കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് വാങ്ങിക്കോളൂ കേട്ടോ. ഈ കൺമഷി വാങ്ങിയിട്ട് പക്ഷേ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിപ്പോൾ നമ്മൾ നല്ലൊരു തിക്കായിട്ട് ഒരു ഇത് ലൈൻ, ഇപ്പോൾ പുരുകൊക്കെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ നല്ല കട്ടിക്ക് എഴുതി കൊടുക്കുകയാണെങ്കിൽ ഇത് പൗഡറൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഉണ്ടല്ലോ പടർന്നു പോകുന്നുണ്ട് ഈ സംഗതി. കാരണം എന്ന് വെച്ചാൽ ഇത് നമ്മൾ ഭയങ്കര ചെറിയ ലൈനായിട്ട് വരയ്ക്കാൻ പാടുള്ളൂ. എന്ന് വെച്ചാൽ വീതി കുറവെന്നല്ല, കട്ടി. നമ്മൾക്കുള്ള ഈ കൺമഷി എടുക്കുന്നത് ഇത്തിരി കൺമഷി മാത്രം എടുത്ത് വരയ്ക്കാവൂ. അല്ലെങ്കിൽ കുഞ്ഞിതാ ഇങ്ങനെയൊക്കെ കണ്ണൊക്കെ തിരുമില്ലേ ഉറക്കമൊക്കെ വരുമ്പോൾ, അങ്ങനെയൊക്കെ വരുമ്പോൾ പടരുന്ന ആ ഒരു പ്രശ്നം ഇതിൽ വരുന്നുണ്ട്. പിന്നെന്ന് വെച്ചാൽ ഹെർബലാണ്, നമുക്ക് ആയുർവേദത്തിലൂടെ തയ്യാറാക്കിയായതുകൊണ്ട് കുഞ്ഞിന് സ്കിൻ പ്രോബ്ലംസും കണ്ണിന് പ്രോബ്ലംസ് കാര്യങ്ങളൊന്നും വരാത്തതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ പക്ഷേ ഉപയോഗിച്ചപ്പം എനിക്കാകപ്പാട് ഇഷ്ടപ്പെടാഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ആദ്യം മറ്റേ ഒരു കൺമഷി യൂസ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് ഞാൻ ഒരുപാട് കൺമഷി എടുത്ത് നല്ല കട്ടിക്കാണ് കുഞ്ഞിന് എഴുതി കൊടുത്തിരുന്നത്. എഴുതി കൊടുത്തു കഴിയുമ്പം ഇവനാണെങ്കിൽ കണ്ണ് തിരുമുകയോ പിരിയോ ഇങ്ങനെ വെക്കുമ്പോഴൊക്കെ പടർന്നു പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം വലിയതായിട്ട് കുഴപ്പമില്ല, കാരണം ഇപ്പം ഞാൻ ശ്രദ്ധിച്ച് ഇത്തിരി ലൈനായിട്ട് മാത്രമേ അത് എന്താ പറയുക എഴുതുന്നുള്ളൂ. ഇനി ഞാനിത് എഴുതിക്കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഇതുപോലത്തെ ഒരു ബഡ്സ് ഉപയോഗിച്ചിട്ടാണ് മോൻ എഴുതി കൊടുക്കാറ് കേട്ടോ. ഞാനിപ്പം ഇതിൻ്റെ ഒരു നല്ല കട്ടിക്ക് ഇപ്പം എടുത്ത് കാണിച്ചു തരാം. നോർമലി എടുക്കുന്നതിനേക്കാളും കുറച്ച് കട്ടിക്ക് ഇപ്പം എടുത്തിട്ട് ഞാൻ എന്താ ഇങ്ങനെ വരയ്ക്കും, കണ്ടോ? ഇനി ഇത് ലൈറ്റായിട്ട് വരയ്ക്കുവാണെങ്കിൽ ഒന്ന് ചെറുതായിട്ട് ഇത് ഇങ്ങനെ ഒന്ന് തൊട്ടേ ഉള്ളൂ, തൊട്ടിട്ട് ഇപ്പോൾ വരയ്ക്കുവാണെങ്കിൽ കണ്ടോ? ഇനി ഞാൻ ഇതിലൊക്കെ ഇത്തിരി പൗഡർ ഇട്ട് കാണിച്ചു തരാം. കാരണം നമ്മൾ കൺമഷിയൊക്കെ എഴുതുമ്പോൾ നമ്മൾ പൗഡർ കുഞ്ഞുങ്ങൾക്ക് തൊട്ട് കൊടുക്കില്ലേ, അപ്പം തൊട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിലിപ്പം ഞാൻ ഇച്ചിരി പൗഡർ ഇട്ടു. ഇതിലും ഇട്ടു. ഇതിൽ നമ്മൾ നല്ലപോലെ പൗഡർ ഇടണം. പക്ഷേ ഈ ഒരു ലൈൻ കണ്ടോ, നമ്മൾ ചെറുതായിട്ട് എഴുതിയേക്കുന്നതുകൊണ്ട് ഇത് പെട്ടെന്ന് അഡ്ജസ്റ്റ് ആയി, ഇത്തിരി മതി. പക്ഷെ നമ്മൾ അത്യാവശ്യം നമ്മൾ നോർമലി എടുക്കുന്നതിനേക്കാൾ കൂടുതൽ പൗഡർ ഇതാ ഇവിടെ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ നമ്മൾ കുറച്ച് ഇതായിട്ട് നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കയ്യിലേക്ക് വരുന്നുണ്ട്, കണ്ടോ? എന്നാൽ ഇതാ ഈ കൈ വെച്ചിട്ട് ഇവിടെ നോക്കാം, ഇവിടെ വരുന്നില്ല, അത്രയും ഇല്ല. ഞാൻ പൗഡർ ഇട്ടേക്കുന്നതിൻ്റെ കുഴപ്പമാണ്. ഇത് കണ്ടോ? ഇതെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു പ്രശ്നമേ ഉള്ളൂ. അത്യാവശ്യം കട്ടിക്ക് എഴുതി കഴിഞ്ഞാൽ പെട്ടെന്ന് പടരും. ലൈറ്റായിട്ട് ഒട്ടും കട്ടിയില്ലാതെ നമ്മൾ ജസ്റ്റ് ഒന്ന് കുഞ്ഞിനെ എഴുതി കൊടുക്കുകയാണെങ്കിൽ ഇത് കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെന്ന് വെച്ചാൽ ഒന്നുകിൽ നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെയല്ല, നിങ്ങൾക്ക് നല്ല ഡാർക്കായിട്ട് കുഞ്ഞിന് എഴുതണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റേ സാധാ കൺമഷി വാങ്ങിയിട്ട് കണ്ണിൽ എഴുതാൻ മാത്രം ഈ ഒരു കൺമഷി ഉപയോഗിച്ചാലും മതി. എന്തായാലും കണ്ണിൽ മറ്റേ ലോക്കൽ കൺമഷികൾ ഉപയോഗിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. കണ്ണിൽ എഴുതുമ്പം അത്യാവശ്യം നല്ല കൺമഷികൾ നോക്കി വാങ്ങിച്ച് ഉപയോഗിക്കുക. ഇപ്പം ഞാൻ ചെയ്ത് കാണിച്ചതോടെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എങ്ങനെയാണ് എന്ന്. ഇതുപോലെ തിന്നായിട്ട് നിങ്ങൾ എഴുതണമെങ്കിൽ നിങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ട് വരില്ല. പൗഡർ ഇട്ടിട്ട് ഇടാം. ഒരു ദിവസം ഇപ്പം വൈകുന്നേരം നമ്മൾ മേല് കഴിപ്പിക്കില്ലേ, അപ്പോൾ അതുവരെയൊക്കെ കുഞ്ഞിന് ഇത് മുഖത്ത് കിടന്നോളും. പക്ഷെ മറ്റേതെന്ന് പറയുമ്പം കുഞ്ഞെന്ത് ചെയ്യുമെന്നറിയോ, ഒരു 10-11 മണി, നമ്മളിപ്പോൾ ഒരു 8 മണിക്ക് കുഞ്ഞിനെ കുളിപ്പിച്ച് ഒരുക്കിയെങ്കിൽ ഒരു 11 മണിയാകുമ്പോഴത്തേക്കും കുഞ്ഞ് ഇങ്ങനെയൊക്കെ തിരുമി ഇവിടെ മുഴുവനാക്കും ഈ കൺമഷി. അതുകൊണ്ട് ആ ഒരു ഡിസഡ്വാൻറ്റേജാണ് എനിക്ക് ഈ ഒരു ശ്രീദേഹത്തിൻ്റെ ഈ ഒരു കൺമഷി ഉപയോഗിച്ചതിലൂടെ തോന്നിയത്. പെട്ടെന്ന് പടരുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ
എന്താ പറയുക കട്ടിക്ക് എഴുതാതിരുന്നാൽ മതി. കട്ടിക്ക് എഴുതി കഴിഞ്ഞാൽ നല്ലപോലെ വൃത്തികേടാക്കി കളയും. ഒട്ടും കട്ടിയില്ലാതെ ലൈറ്റായിട്ട് നമ്മൾ വരയ്ക്കുവാണെങ്കിൽ പുരികമായാലും കണ്ണായാലും ഇവിടെ ഒരു കുത്തായാലും നല്ല ഭംഗിക്ക് ഇരുന്നോളും. നല്ലപോലെ അധികം പൗഡറും കാര്യങ്ങളൊന്നും ഇടണ്ട. കാരണം പൗഡർ ഒന്നും ചില പിള്ളേർക്ക് പിടിക്കില്ല, ചില പിള്ളേർക്ക് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പൗഡർ കുഞ്ഞുങ്ങൾക്ക് കഴിവതും കുറച്ചിടുന്നതാണ് നല്ലത്. അപ്പോൾ ഇങ്ങനെ തിക്കായിട്ട് എഴുതാതെ തിന്നായിട്ട് ലൈറ്റായിട്ട് നമ്മളിപ്പോൾ വരച്ച് പോവുകയാണെങ്കിൽ ഇത്തിരി പൗഡർ ഇട്ടാൽ മതി. അങ്ങനെ പടരുകയും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കുഞ്ഞിന് ഉപയോഗിക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ ഒരു 5 മാസമായിട്ട് ഞാൻ ഈ ഒരു കൺമഷിയാണ് മോന് ഉപയോഗിക്കുന്നത്. ഒരു കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. മറ്റേ കണ്ണിൽ ഞാൻ പറഞ്ഞില്ലേ പീള കെട്ടുക എന്ന് പറയുന്നില്ലേ, അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ ഇല്ല. ഇപ്പോൾ എൻ്റെ കണ്ണിലങ്ങനെ പീളയൊന്നും കെട്ടുന്നില്ല. സാധാരണ പിറ്റേന്ന് രാവിലെയൊക്കെ ആകുമ്പോഴും അല്ലെങ്കിൽ ഉച്ചയ്ക്കൊന്ന് കിടന്ന് ഉറങ്ങുമ്പോഴും ഒക്കെ കുഞ്ഞിൻ്റെ കണ്ണിൻ്റെ ഇവിടുന്ന് ഞാനിങ്ങനെ എടുത്ത് കളയണമായിരുന്നു മറ്റേ കൺമഷി ഉപയോഗിച്ചിരുന്ന സമയത്തൊക്കെ. അപ്പോൾ ഇപ്പോൾ ആ ഒരു പ്രശ്നമൊന്നും വരുന്നില്ല. അപ്പോൾ ഇതാണ് ഞാൻ എൻ്റെ മോൻ ഉപയോഗിക്കുന്ന കൺമഷിയും അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളും ഒക്കെ. പിന്നെയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് തന്നെ വാങ്ങണമെന്നില്ല. ഇങ്ങനെ ആയുർവേദ കടയിൽ പോയി നോക്കുക. ഇപ്പോൾ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ആയുർവേദ കടകളില്ലേ. അപ്പോൾ അങ്ങനെ എവിടെയെങ്കിലും പോയി നോക്കിയിട്ട് പിള്ളേർക്ക് എഴുതാനുള്ള ഹെർബൽ കൺമഷി ഉണ്ടോ എന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ അവർ എടുത്തു തരും. അത് ഇപ്പോൾ ശ്രീധരീയത്തിൻ്റെ തന്നെ വേണമെന്നില്ല. ഞാൻ വാങ്ങിയപ്പോൾ കിട്ടിയത് ഈ ഒരു ശ്രീധരീയത്തിൻ്റെ കൺമഷിയാണ്. ഇതിലും നല്ല ബ്രാൻഡുകളുണ്ടെങ്കിൽ അത് വാങ്ങിക്കാം. പിന്നെ റേറ്റ് എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ കൺമഷിക്ക് 10 രൂപ കൊടുക്കേണ്ടടുത്ത് ഇത് 100 രൂപ കൊടുക്കേണ്ടി വരും. ആ ഒരു വ്യത്യാസം ഉണ്ടെങ്കിലും കുഞ്ഞിൻ്റെ കണ്ണിൻ്റെ കാര്യമല്ലേ, കുഞ്ഞിന് കണ്ണിലൊക്കെ അപ്ലൈ ചെയ്യേണ്ടതല്ലേ. അപ്പോൾ അത്രയും നല്ല പ്രോഡക്റ്റ് നോക്കി നമ്മൾ വാങ്ങിക്കേണ്ടത്. അപ്പോൾ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന കൺമഷി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇനി ഇങ്ങനത്തെ ബേബി കെയർ വീഡിയോസ് കാണാൻ വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടിപ്പുറത്തെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൻ ഇല്ലേ, അതും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്താലും അപ്പം തന്നെ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും.